ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ടിയാഗോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കോയമ്പത്തൂരിലേക്ക് പോയ വീഡിയോ ആണ്. ഞാനും അളിയനും കിച്ചുവും കൂടിയിട്ടാണ് പോയത്. ശരിക്കും രണ്ടുപേരുടെയും ലീവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു ശനിയാഴ്ചയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, ഒരു സെക്കൻഡ് സാറ്റർഡേ. അപ്പോഴായിരുന്നു രണ്ടുപേർക്കും ലീവ് ഉണ്ടായിരുന്നത്. വണ്ടി ഓടിച്ച് കോയമ്പത്തൂർ എത്തിയായിരുന്നു. കോയമ്പത്തൂർ പോയിട്ട് ഏകദേശം 1 വർഷമായി. കഴിഞ്ഞ വട്ടം ഊട്ടിയിലേക്ക് പോയപ്പോഴായിരുന്നു ഇതിലൂടെ പാസ് ചെയ്ത് പോയത്. അപ്പോൾ കാണുന്ന പോലെ ആയിരുന്നില്ല. അന്ന് ഈ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. പഴയ ഉക്കടം ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അവിടെയല്ല ഉള്ളത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു ഭാഗത്താണ് ഇപ്പോൾ ഉക്കടം ബസ് സ്റ്റാൻഡ് ഉള്ളത്. KSRTCയും അതേപോലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കാര്യങ്ങളും ഗവൺമെൻറ് ബസ് സ്റ്റാൻഡും എല്ലാം അവിടെയാണ് ഉള്ളത്. കമ്പാരിറ്റീവ്ലി മുമ്പത്തേക്കാളും ഇപ്പോൾ നല്ല ട്രാഫിക് ഉണ്ട് ആ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പാസ് ചെയ്ത് വന്നത്. ഞങ്ങൾ ന്യൂ മാർക്കറ്റ് എത്തുന്നതിന് മുമ്പായിട്ടൊരു വലതു ഭാഗത്തൊരു വഴി ഉണ്ടായിരുന്നു. അതിലൂടെ കയറി ഞങ്ങൾ ഇത്തിരി ഉള്ളിലോട്ട് പോയി വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കണ്ടുപിടിച്ച് വണ്ടി പാർക്ക് ചെയ്ത് ഞാനും കിച്ചുവും കൂടി പുറത്തിറങ്ങിയതായിരുന്നു ഇപ്പോൾ കാണുന്നത്. വണ്ടി നല്ലപോലെ ഒതുക്കിയിട്ടതിന് ശേഷം ഞാനും അളിയനും കിച്ചുവും കൂടി പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 50 മീറ്റർ നടന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ മാർക്കറ്റ് എത്തുമായിരുന്നു. ശരിക്കും പോകേണ്ടത് പഴയ മാർക്കറ്റിലോട്ടല്ല, പുതിയ മാർക്കറ്റിലോട്ടാണ്. രണ്ടും അടുത്ത് തന്നെ ആയിരുന്നു. ഇങ്ങനെ ഒരു വലിയൊരു ബോർഡ് ഉണ്ടാവും ന്യൂ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട്. ഇവിടെ ഏകദേശം എല്ലാത്തിൻ്റെയും മീൻസ് ഈ കാറ് അതേപോലെ ബൈക്ക് എല്ലാത്തിൻ്റെ ആക്സറീസ് ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. ഞങ്ങൾ ആദ്യം അതിൻ്റെ എൻ്റെ എവിടെയാണെന്നാണ് ആദ്യം സെർച്ച് ചെയ്ത് പോയത്. അവസാനത്തെ കടയിൽ നിന്നായിരുന്നു കയറി തുടങ്ങിയത്. കാരണം എല്ലാ കടകളിലും കയറി ഏകദേശം വില എങ്ങനെയാണെന്നുള്ളത് കമ്പയർ ചെയ്ത് അതിനുശേഷം ഒന്നിൽ ഫിക്സ് ആവാമെന്ന് കരുതിയിട്ടായിരുന്നു അങ്ങനെ കയറിയത്. ആദ്യം കയറിയത് ഈ കയറുന്ന കടയിലോട്ടായിരുന്നു. അവിടെ കയറി കാർ സീറ്റ് കാര്യങ്ങൾ സിസ്റ്റം എല്ലാം ചെയ്യാനായിട്ട് എത്ര രൂപയാവുന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്ത കടയിലോട്ട് കയറി. ഏകദേശം ഒരു 7-8 കടകളിലോട്ട് കയറിയതിന് ശേഷമാണ് ഒരു കട ഫിക്സ് ചെയ്തത്. ഈ കടയിലായിരുന്നു ഞങ്ങൾ ഫിക്സ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ ഒരു മലയാളിയായിരുന്നു. ഒന്നാമത് തൃശ്ശൂരുകാരനായിരുന്നു. പുള്ളിക്കാരൻ്റെ ഡീറ്റെയിലിംഗ് ആയിരുന്നു എനിക്ക് ഇത്രയും കൂടി അട്രാക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാത്തിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഞങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ ഇത്തിരി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. കാരണം എല്ലാതും ഇവിടെ തന്നെ ചെയ്ത് തരുമായിരുന്നു. ഇപ്പോൾ ഏത് കടയിൽ കയറിയാലും അതിൻ്റേതായിട്ടുള്ള ആൾക്കാരെല്ലാം ചെയ്തു. ഞങ്ങൾക്ക് കൂൾ ഫിലിം ആയാലും ശരി, സിസ്റ്റം അപ്ഡേഷൻ ആയാലും ശരി, ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം അവിടുന്ന് തന്നെ ചെയ്തു തരുന്നു എന്ന് പറഞ്ഞായിരുന്നു. പുള്ളിക്കാരനോട് ഓക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ ചെയ്യാനുള്ള എല്ലാം തുടങ്ങി. പുള്ളിക്കാരന് മൊത്തം 4 വർക്കേഴ്സാണ് ഉള്ളത്. അതിൽ 2 പേര് ലീവായിരുന്നു. പിന്നെ ഉള്ള ഒരു പുള്ളിയാണ് ഇപ്പോൾ നമ്മുടെ കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പുള്ളി എന്തോ ഒരു ഐറ്റം എടുക്കാനായിട്ട് ഗോഡൗണിലേക്ക് പോകുമായിരുന്നു. ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഏകദേശം 11:30 കഴിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് സെറ്റായി കിട്ടാൻ തന്നെ 1 മണി 1:30 ആയി. അത്യാവശ്യം നല്ലപോലെ വിശപ്പുണ്ടായിരുന്നു. എന്നാലും ഇതൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് എന്താണെന്നുള്ളതൊന്ന് കാണാനായിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നായിരുന്നു. ഞാനും കിച്ചുവും അളിയനും കൂടി ഒരു സൈഡിൽ ഇരുന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അഴിക്കുന്നത് എല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. തന്നെ അവർ സിസ്റ്റം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സിസ്റ്റം സെറ്റ് ചെയ്യാനായിട്ട് അവർ AC-ൻ്റെ അവിടെയുള്ള പാനലൊക്കെ അഴിച്ച് മാറ്റിയായിരുന്നു. പിന്നെ വയറിങ്ങിൻ്റെയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് പോയത് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം, കൂളിംഗ് ഫിലിം, സ്പീക്കർ, PVC മാറ്റ്, പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഗ്രിപ്പും സീറ്റ് കവറും ഇതൊക്കെ ചെയ്യാനായിട്ടായിരുന്നു നമ്മളവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നതാണ് ഡയമണ്ടിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം. ഇത് കയറ്റാനായിട്ട് അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം ആ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ ഇല്ലെങ്കിൽ 3/4 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഇവർ ഈ സിസ്റ്റം ചെയ്തു കേട്ടോ. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പുള്ളി വന്ന് സീറ്റിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് പോയി. ഇതിൻ്റെ ഒരു മെനു കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡിസൈൻ, ഇഷ്ടപ്പെട്ട ഡിസൈൻ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുമായിരുന്നു. അതപ്പോൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു. ശരിക്കും സീറ്റ് കവറിനാണ് നല്ല സമയമാകും. രാവിലെ കൊടുത്തു എന്നുണ്ടെങ്കിൽ ഏകദേശം വൈകിട്ടേ അത് കിട്ടുള്ളൂ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. നമ്മൾ സീറ്റിൻ്റെ മുകളിലിരുന്ന് വെറും കവറല്ല നമ്മൾ പറഞ്ഞിരുന്നത്, നമ്മൾ സ്റ്റിച്ചിങ് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇത്ര ടൈം ആവുന്നത്. ആൻഡ്രോയിഡ് സിസ്റ്റം സെലക്ട് ചെയ്തത് ഡയമണ്ട് എക്സൈറ്റ് ആയിരുന്നു. കാരണം ഞാൻ റിവ്യൂവിൽ കുറേ നോക്കിയതിലൊക്കെ അതായിരുന്നു ഇത്തിരി ബെറ്റർ ആയിട്ട് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതന്നെ സെലക്ട് ചെയ്യുന്നു. അതിന് ഏകദേശം 9,500 രൂപയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വേറെ 2-3 കടകളിലൊക്കെ അന്വേഷിച്ചതിൽ ഏകദേശം 11,500 അടുത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു ഇത്തിരി വില കമ്മിയായിട്ട് പറഞ്ഞത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യായിരുന്നു. അതെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടുപേർക്കും നല്ല വിശപ്പായിരുന്നു. സമയം 3 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലൂടെ നടന്ന് ഏകദേശം അവിടെ അടുത്തുള്ള ഒരു തലശ്ശേരി ബിരിയാണി എന്നൊരു ബോർഡുള്ള ഒരു ബിരിയാണി കടയിലായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് തലശ്ശേരി ബിരിയാണിയും അതേപോലെ പൊറോട്ടയും ഒരു പെപ്പർ ചിക്കനും ആയിരുന്നു 3 പേർക്കും കൂടി ഓർഡർ ചെയ്തത്. അത് മതിയായില്ലെങ്കിൽ പിന്നീട് ഓർഡർ ചെയ്യാമെന്ന് കരുതി. ഇതെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും ഒരു 2 പൊറോട്ടയും കൂടി വാങ്ങേണ്ടി വന്നുള്ളൂ. അതും കൂടി കഴിച്ചതിന് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോകാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ഞങ്ങൾ ഇറങ്ങി. എന്നാലും സീറ്റ് കവർ കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നത് തോന്നിയപ്പോൾ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ഒരു സിനിമയ്ക്ക് ഏതിലെങ്കിലും പോകാമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു.
പിന്നെ ഇത് വിട്ടിട്ട് പോകാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ടും പിന്നെ അത് കഴിഞ്ഞ് വരാനും ഏകദേശം 8:30-9 മണി ആവുമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടും സിനിമയ്ക്ക് പോകുന്ന പ്ലാൻ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. ശരിക്കും കോയമ്പത്തൂർ ടൗൺ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളുടെ ഇവിടെ 38-40 ഡിഗ്രി ചൂടുണ്ടെങ്കിലും അവിടെ ഏകദേശം 37-36 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടെങ്കിലും നമുക്കതൊരു ബോഡിയിലോട്ടൊക്കെ അത്രയ്ക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴായിരുന്നു പുള്ളിക്കാരൻ പുറത്തുനിന്ന് ഇതിൻ്റെ സിസ്റ്റം കാര്യങ്ങളും എല്ലാം അപ്ഡേഷൻ ചെയ്യാനായിട്ടുള്ള വയറുകളൊക്കെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയായിരുന്നു. ആദ്യം ഒരു കണ്ണാപ്പിൻ്റെ ഒരു ലുക്ക് ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അളിയനും ഞാനും കൂടി അത് കുറച്ച് നേരം ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെ ആയി. പക്ഷെ കാണാൻ നല്ല ലുക്കായിരുന്നു. വണ്ടിക്ക് ചേർച്ച ഉണ്ടായിരുന്നു അത്. കാരണം ഇതിൻ്റെ AC-ൻ്റെ ബട്ടനൊക്കെ റൗണ്ട് ഷേപ്പിലുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ അടിഭാഗത്തുള്ള റൗണ്ട് ഷേപ്പ് അതിന് നല്ല ആപ്റ്റായിരുന്നു. ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെയായിരുന്നു ഈ സ്റ്റിയറിങ്ങിന് ഒരു കവർ ഇട്ടാലോ എന്നുള്ളത് കൂടി ഒരു ആലോചന വന്ന്. പിന്നെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനൊരു 500 രൂപയായിരുന്നു പറഞ്ഞത് സ്റ്റിച്ച്. ഇങ്ങനെ പുള്ളിക്കാരൻ അത് ഫിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്യായിരുന്നു. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു അത് ഫുള്ളായിട്ട് കാണാനായിട്ട്. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 4-4:30 ആയി കഴിഞ്ഞായിരുന്നു. ഇതിൻ്റെ PVC മാറ്റ് ഇടാനായിട്ട് കാറിൻ്റെ സീറ്റുകളെല്ലാം അയച്ചു മാറ്റിയായിരുന്നു. അതിന് ശേഷം അതിൻ്റെ 2 ആൾക്കാർ അതിന് സെപ്പറേറ്റ് ആയിട്ട് വന്ന അളവൊക്കെ എടുത്തതിന് ശേഷം അത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാനുള്ള എല്ലാ പരിപാടിയും തുടങ്ങിയായിരുന്നു. ടിയാഗോയുടെ ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഒന്നും ആക്സറീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇതായിരുന്നു പ്ലാന്. വണ്ടി എടുത്തതിന് ശേഷം കോയമ്പത്തൂർ കൊണ്ടുപോയി നമുക്ക് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ കൂളിംഗ് ഫിലിം ഒട്ടിക്കാനുള്ള ആൾക്കാർ വന്ന് അതിൻ്റെ അളവും കാര്യങ്ങളും എടുത്ത് കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ തുടങ്ങിയായിരുന്നു. ഏകദേശം ഒരു 6 പേര് നമ്മുടെ വണ്ടിയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരേ സമയത്ത്. പിന്നീട് ഫോഗ് ലാമ്പ് ഇടാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ബേസ് മോഡൽ ബലോനയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ തിരുപ്പിടുന്നായിരുന്നു. പുള്ളിക്കാരൻ ഇതേപോലെ സിസ്റ്റം കയറ്റാനും സ്പീക്കർ എന്നിവ കയറ്റാനായിട്ടായിരുന്നു പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് തിരുപ്പൂരിലും ഏകദേശം കോയമ്പത്തൂരിനെ കമ്പയർ ചെയ്യുമ്പോൾ വില കൂടുതലാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഫോഗ് ലാമ്പിനുള്ള വയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ അതിനെ പിടിച്ച് വലിക്കുകയായിരുന്നു. നമ്മൾ ഈ പുതിയൊരു കാറ് കൊണ്ടുപോയിട്ട് ഇതേപോലെ കാണിക്കുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് പേടയും. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെങ്കിലും നമ്മൾ നമ്മുടെ വണ്ടി കൊടുക്കുന്നത് കൊണ്ട് അവിടെ തന്നെ നിന്ന് എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണെന്ന് തോന്നി. ഈ കാണുന്നത് പുള്ളിക്കാരൻ ഉള്ളിൽ നിന്ന് കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതാണ്. നമ്മൾ ഒട്ടിച്ചത് ഗാർവെയറിൻ്റെ ഒരു കൂളിംഗ് ഫിലിം ആയിരുന്നു. ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അതായിരുന്നു ഈ കൂളിംഗ് ഫിലിമിൽ ഇത്തിരി ബ്രാൻഡും കാര്യങ്ങളും നല്ലതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. സൈഡൊക്കെ 50%-ഉം ഫ്രണ്ടിൽ 70%-ഉം വരുന്നതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ഏകദേശം ഞാനൊരു 3000 രൂപ കണക്കാക്കിയിട്ടായിരുന്നു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിന് മാത്രം ഏകദേശം 5000-ൻ്റെ അടുത്തായിരുന്നു ബഡ്ജറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ഈ 4 ലൈറ്റ് കത്തുന്ന എല്ലാം പുള്ളിക്കാരൻ്റെ തന്നെയായിരുന്നു ഷോപ്പ്. ഈ റെഡ് കളർ ഉള്ളതെല്ലാം. അതേപോലെ അവിടുത്തെ സ്റ്റാഫിൻ്റെയും പുള്ളിക്കാരൻ്റെയും ബിഹേവിയറും സർവീസും ഏകദേശം നല്ലതായിരുന്നു. ഒരു കുറവ് പറയാനുള്ളത് പോലെയൊന്നും പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സമയം ഏകദേശം 7 മണി ആവാറായി. ഞങ്ങളുടെ ഫോണിലൊക്കെ ചാർജ് കഴിഞ്ഞായിരുന്നു. അന്നായിരുന്നു പഞ്ചാബും ഡൽഹിൻ്റെയും IPL കളി ഉണ്ടായിരുന്നത്. ഞങ്ങൾ അത് കണ്ട് എന്നിട്ട് ത്രില്ലടിച്ച് നിൽക്കുകയായിരുന്നു. ഏകദേശം 264 റൺ എടുത്തതിന് ശേഷം ഡൽഹി തോറ്റൊരു കളിയായിരുന്നു അത്. ഞങ്ങൾക്കത് വലിയൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ആ ടൈമിൽ. പിന്നെ വൈകിട്ടാകുമ്പോഴേക്കും ഈ ഫോഗ് ലാമ്പിൻ്റെ പരിപാടികളെല്ലാം സെറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരൻ അത് ഓണാക്കി കാണിച്ചു തന്നു. പിന്നെയായിരുന്നു ഏറ്റവും വലിയ പണി തുടങ്ങിയായിരുന്നത് കാറിൻ്റെ സീറ്റ് കവർ സ്റ്റിച്ചിങ്. നമുക്ക് വേണ്ട ഡിസൈൻ പുറത്തുനിന്ന് ഒരു 3 ഫോം ഇട്ട് ഫില്ല് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സീറ്റിൽ അത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വയറിങ്ങും ഫിറ്റിങ്സും കറക്റ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മറ്റൊരു പുള്ളിക്കാരൻ സീറ്റ് കവറിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പുള്ളി ഒരു സീറ്റിൻ്റെ ഫുള്ളായി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതെടുത്ത് ഫിറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളർ സെലക്ട് ചെയ്തത് വണ്ടിക്കനുസരിച്ച് തന്നെയായിരുന്നു. കാരണം ഒരു ഗ്രേ കളറും അതിലൊരു ബ്ലാക്ക് ഒരു ഫിനിഷിങ് വരുന്ന പോലെയായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അടിച്ചു വരുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു പ്രീമിയം ലുക്ക് പോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 കഴിഞ്ഞ് 7 മണിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് കളിയുടെ സ്റ്റാറ്റസ് ഫ്രീക്വൻ്റ്ലി ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സ്റ്റിച്ചിങ് ആയിരുന്നു ഏറ്റവും കൂടുതൽ പണിയായിട്ട് എനിക്ക് തോന്നിയിരുന്നത്. കാരണം എത്ര ചെയ്ത് കഴിഞ്ഞാലും അതൊന്ന് ഫിനിഷിംഗ് ആയി വരാനായിട്ട് നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് പുള്ളിയോട് ഞങ്ങൾ ചോദിച്ചായിരുന്നു ഇത് ഇങ്ങനെ ഇത്തിരി ടൈം എടുക്കുമെന്നുള്ളത്. പുള്ളിക്കാരൻ രാവിലെ പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഇപ്പോഴും പറഞ്ഞത്. ഏകദേശം ഈ ടൈം എടുക്കും സ്റ്റിച്ചിങ് ആണെന്നുണ്ടെങ്കിൽ. റെഡിമെയ്ഡ് ആണെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് 10-20 മിനിറ്റിനുള്ളിൽ പിടുത്തം വിടുമെന്ന് രാവിലെ പറഞ്ഞായിരുന്നു. ഞാൻ കിച്ചുവിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു ബോറടിക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ എന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയായിരുന്നു. ചെക്കൻ സൈലൻ്റ് ആയതുകൊണ്ടും ഇൻട്രോവേർട്ട് ആയതുകൊണ്ടും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വൈകിട്ടാകുമ്പോഴേക്കും തന്നെ അളിയൻ ഏകദേശം ബലോണൻ്റെ ഓണറിൻ്റെ ഒപ്പം നല്ലൊരു കമ്പനി കൂട്ടായി. പുള്ളിയുടെ പേര് ചോദിക്കാൻ ഞാൻ മറന്നായിരുന്നു. അതുകൊണ്ടാണ് ഈ ബലോണൻ്റെ ഓണർ എന്ന് എടുത്തു പറയുന്നത്.
അപ്പോഴേക്കും തന്നെ ബാക്കിൽ സീറ്റ് സെറ്റായിട്ട് പുള്ളിക്കാരനെ എടുത്തിട്ടൊന്ന് ഫിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് നോക്കുകയായിരുന്നു. ഫ്രണ്ടിലെ 2 ഡോറിലും സ്പീക്കർ സെറ്റ് ചെയ്യണമായിരുന്നു. അതായിരുന്നു ഈ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്പീക്കർ പ്ലംകറ്റിൻ്റെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കയറ്റിയിരിക്കുന്നത്. ഏകദേശം എല്ലാതും ബ്രാൻഡുള്ള സാധനം തന്നെയാണ് കയറ്റിയിട്ടുള്ളത്. നമ്മൾ അന്വേഷിച്ചപ്പോൾ ഏതാണോ നല്ലത്, ഏതാണോ ബ്രാൻഡ് എന്ന് തോന്നിയ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളുമായിരുന്നു നമ്മളിപ്പോൾ അതിൽ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ബാക്ക് സീറ്റിൻ്റെ മുകളിൽ ചാരിയിരിക്കുന്ന ഭാഗമായിരുന്നു. ഇതും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞായിരുന്നു. ബട്ട് ഇനി ഇത് റെഡിയാക്കണം തന്നെ ഏകദേശം അരമണിക്കൂറിന് മുകളിൽ ടൈം ആവുന്ന പുള്ളിക്കാരൻ പറഞ്ഞത്. നല്ല വൃത്തിക്ക് തന്നെയായിരുന്നു പുള്ളിക്കാരൻ ഇതിന്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കോ ഡ്രൈവർ സീറ്റിന്റെ ആയിരുന്നു. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്ത് ഫിറ്റ് ചെയ്യണം. ഇത് കൂടെ ഒരു പുള്ളിക്കാരനും കൂടി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ വേറൊരു വർക്കിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടോ പോയതായിരുന്നു. കോ ഡ്രൈവർ സീറ്റിന്റെ ഹെഡ് റെസ്റ്റിലിടുന്ന സാധനം കിച്ചു കയ്യിൽ വെച്ച് നടക്കുകയായിരുന്നു. അത് കിച്ചു വിടുന്നു പറഞ്ഞു. സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഫൈനൽ സെറ്റിൽമെന്റും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷം ഏകദേശം ഇറങ്ങാൻ 8:30 സമയം. ഒന്നുമില്ലാതെ പ്ലെയിനായിരുന്ന സ്ഥലത്ത് ഒരു പുതിയൊരു സിസ്റ്റം വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോൾ എനിക്ക് നല്ലപോലെ ഉണ്ട്. അത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ലൊരു എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് ആ വണ്ടിയിൽ കയറിയിരുന്നതും ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതിൻ്റെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം നല്ലപോലെ പ്രവർത്തിപ്പിച്ച് നോക്കിയിട്ടായിരുന്നു ഞങ്ങൾ പോകുന്നത്. അതിൽ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സൗണ്ട് എഫക്റ്റും സ്പീക്കർ ഫിറ്റ് ചെയ്തതിൻ്റെ സൗണ്ട് എഫക്റ്റും എല്ലാം ചെക്ക് ചെയ്ത് തന്നെയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് നല്ലൊരു വിശപ്പ് തോന്നി. ഞങ്ങൾ അടുത്ത് തന്നെ TNT ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് വണ്ടി കയറ്റി. ടൗണിൽ ഒരു 10% ആൾക്കാരെല്ലാം TNTയിലാണെന്ന് തോന്നിപ്പോകും. അങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ തിരക്ക്. കാർ പാർക്കിംഗ് കയറി കാർ പാർക്ക് ചെയ്തതിന് ശേഷം കിച്ചു ഞാനും പുറത്തിറങ്ങി കാറിനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ വണ്ടിയെല്ലാം സൈഡാക്കി ഒതുക്കിയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി നേരെ വാഷ്റൂമിൽ കയറിയതിന് ശേഷം കൈയെല്ലാം കഴുകി നേരെ സീറ്റിലോട്ട് കയറിയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു ഓർഡർ എടുക്കാൻ ആൾ വരാൻ നല്ല ടൈം എടുക്കുന്നുണ്ടായിരുന്നു. മെനുവിൽ നോക്കി ഐറ്റങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമാണ് പുള്ളിക്കാരൻ വന്നു ഓർഡർ പറഞ്ഞു. ഏകദേശം എത്ര ടൈം ആവുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണമെന്നായിരുന്നു. പുള്ളിക്കാരൻ ഓർഡർ എടുത്തിട്ട് പോയതിനു ശേഷം വീണ്ടും ഒരിക്കൽ കൂടി വന്ന് ഓർഡർ എടുത്തു. വിശപ്പുള്ളത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മയോണൈസും ബീട്രൂട്ട് ചമ്മന്തി എല്ലാം ഇടയ്ക്കിടയ്ക്ക് വയറ്റിനകത്ത് പോകുന്നുണ്ടായിരുന്നു. വിശപ്പെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിശപ്പ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നതും സാധനങ്ങൾ കയ്യിലെത്തിയായിരുന്നു. 3 പേർക്ക് ഷവായി തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷവായും അവരുടെ സ്പെഷ്യൽ മാങ്ങ ചമ്മന്തിയും പിന്നെ 3 പേർക്ക് ഓരോ ബോൾ റൈസും. സാധാ റൈസല്ല, അറേബ്യൻ റൈസ്. അതെല്ലാം വന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അതെല്ലാം അകത്താക്കി വയറ് നിറയെ കഴിച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാം ബില്ല് സെറ്റിലാക്കി പുറത്തിറങ്ങുമ്പോൾ തന്നെ ഏകദേശം സമയം 10 കഴിഞ്ഞു. സിസ്റ്റത്തിൽ പാട്ടും വെച്ച് കോയമ്പത്തൂരിലെ ട്രാഫിക്കും കടന്ന് ഏകദേശം 11 മണി കഴിഞ്ഞിട്ടാണ് പാലക്കാട്ടോട്ട് എത്തിയത്. അവിടെ നിന്ന് ഒരു 25 മിനിറ്റ് കൂടെ ട്രാവൽ ചെയ്ത് വീട്ടിലേക്ക് എത്തി. ഞാൻ കാറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളുടെ പേരും ബ്രാൻഡും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പ്രൈസ് എന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ അവർക്ക് റിപ്ലൈ തന്നോളാം. വളരെ തുച്ഛമായ പൈസയിൽ ഞാനിത് മിഡ് വേരിയന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഷോറൂമിലെ മിഡ് വേരിയന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ ലാഭം കിട്ടി. ഇതായിരുന്നു എൻ്റെ ടിയാഗോ അപ്ഡേഷൻ. കംപ്ലീറ്റ്ലി ഒരു ദിവസത്തെ കഷ്ടപ്പാടായിരുന്നു. നിങ്ങൾ ഇതേപോലെ ബേസ് വേരിയന്റ് മിഡ് വേരിയന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് ഡയറക്റ്റായിട്ട് കോയമ്പത്തൂരിലോട്ട് പോകാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ബാലാജി.